പോഷകസമൃദ്ധമായ ഒരു ദോശ ഉണ്ടാക്കിയാലോ. അടിപൊളി ടേസ്റ്റാണ്. ആർക്കും ഒന്നും മനസ്സിലാവില്ല ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർത്തതെന്ന്. ഞാൻ അതിനായിട്ട് ഒരു അര ഗ്ലാസ് ചെറുപയർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് അര ഗ്ലാസ് ഉഴുന്നിട്ടിട്ടുണ്ട്, ഇനി ഒരു ഗ്ലാസ് അരി ഇട്ടിട്ടുണ്ട്, ഒരു 5-6 ഉലുവായും എടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒരു 3-4 തവണ ഒരു 10-15 മിനിറ്റ് വെള്ളത്തിലിട്ട ശേഷം ഒരു 3-4 തവണ കഴുകി വൃത്തിയായിട്ട് എടുക്കുക. പിന്നെ അരയ്ക്കാൻ ആവശ്യമായിരിക്കുന്ന വെള്ളം ഒഴിച്ച് അവിടെ ഇടുക. പിന്നീട് അത് കഴുകരുത്. അപ്പോൾ ഒരു 3 മണിക്കൂറോ 4 മണിക്കൂറോ നിങ്ങളുടെ സമയം പോലെ നിങ്ങൾക്ക് കുതിർക്കാനായിട്ട് വയ്ക്കാം. ഒരു 2-3 മണിക്കൂറൊക്കെ ഞാനിത് കുതിർക്കാറുള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മൾ അരച്ച് വെച്ചാൽ നല്ല പാകത്തിന് പുളിയായിട്ട് കിട്ടും. അല്ലെങ്കിൽ ഒരുപാട് പുളിച്ചങ്ങ് പോകും. ഒരുപാട് സമയം നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തേച്ച് നമ്മൾ വീണ്ടും അരച്ച് വയ്ക്കുമ്പോഴത്തേനും ഭയങ്കര പുളിയായിട്ട് മാറും. അതുകൊണ്ട് പുളിയൊക്കെ വേണ്ട ഉള്ളവർ ഇങ്ങനെ ഇത്ര സമയമൊക്കെ വെച്ചാൽ മതി. 3 മണിക്കൂറൊക്കെ ധാരാളമാണ് കേട്ടോ. അപ്പോൾ ഒട്ടും പുളിയില്ലാതെ നല്ല സൂപ്പർ ദോശയാണിത്. നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി. ചെറുപയർ ദോശ അടിപൊളിയാണ്. ചെറുപയറിൻ്റെ അളവ് കൂട്ടണമെങ്കിൽ കൂട്ടാം. അതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. കുഞ്ഞൊരു വീഡിയോയാണ്. നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഒന്ന് ലൈക്ക് കമൻറ്റ് ഇട്ട് നിങ്ങളൊന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ദോശ ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കും, അവരൊന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, ടാറ്റാ.